വെൽക്കം ടു ഫീസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു വടയാണ്. തേങ്ങയും ചെമ്മീനൊക്കെ ചേർത്ത് വടയായി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചോറിന് കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെമ്മീൻ കൊണ്ടുണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. ഇനി നമുക്ക് ചെമ്മീൻ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഒരു ഗ്രൈൻഡറിലേക്ക് 10 ചുവന്നുള്ളി, 5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 10 ചെറിയ മുളക്, ചെറിയ കാന്താരി മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പകരം പച്ചമുളക് ആയാലും കുഴപ്പമില്ല, അപ്പോൾ എരിവിനനുസരിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് പാകത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് ചമ്മന്തിയുടെ ഒക്കെ ഒരു പാകത്തിൽ ചെറുതായി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഒരു 50 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. നല്ലവണ്ണം പേസ്റ്റ് ആയി പോവരുത്, ജസ്റ്റ് 3 സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ഉരുളകൾ എടുത്ത് കയ്യിൽ വെച്ച് പരത്തിയെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ആദ്യം കയ്യിൽ ഇത്തിരി എണ്ണ തടവിയാൽ മതി. ഇനി ഇതുപോലെ കയ്യിൽ വെച്ച് ചെറുതാക്കി പരത്തിയെടുക്കണം. അധികം കട്ടി കൂടാതെ പരത്തിയെടുക്കണം, അല്ലെങ്കിൽ പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ ഉൾവശം ശരിക്ക് വെന്ത് കിട്ടാതെ വരും. ഇപ്പോൾ വടയുടെ കൂട്ട് പരത്തിയെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന വട ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ വടയുടെ ഒരു സൈഡ് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം, എന്നാലേ ഉൾവശം ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ചെമ്മീൻ വട പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഇനി സെയിം ഓയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊരു സ്റ്റാർട്ടറായോ അല്ലെങ്കിൽ ചോറിന് കൂടെയോ സെർവ് ചെയ്യാം. ചോറിന് കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.